നമസ്കാരം. ഉത്തർപ്രദേശിലെ ജാൻസിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പം ഇവിടെ ഡൽഹിയിൽ നിന്നും ഗതിമാൻ എക്സ്പ്രസിൽ വന്നിറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഡൽഹി ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും കർണാടകയിലെ യശ്വന്ത്പൂരിലേക്ക് പോകുന്ന കർണാടക സമ്പർക്രാന്തി എക്സ്പ്രസിനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ജാൻസി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതൊക്കെ സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ഷെയർ വണ്ടികളും ഓട്ടോയൊക്കെയാണ്. സ്റ്റേഷന്റെ മുൻഭാഗത്ത് തന്നെ ജാൻസി റാണിയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റേഷന്റെ മുൻഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും വേർത്ത് കുളിച്ചൊരു പരുവായാലോ നവി. വല്ലാത്തൊരു അവസ്ഥയായി പോയി. കാരണം നമ്മൾ വീഡിയോയിൽ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. കുറച്ചു നേരം നിന്നാൽ മതി, എന്താ പറയുക, കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പൊ ഇവിടെ 43 ഡിഗ്രിയാണ് ചൂട്. അയ്യോ, എന്തായാലും നമ്മൾ ഇവിടെ പുറത്ത് അധികം നേരം നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ സ്റ്റേഷന്റെ അകത്തേക്ക് കയറാം. വീറാങ്കന ലക്ഷ്മി ബായി ജാൻസി. നമ്മുടെ വണ്ടി മിക്കവാറും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും വരിക. ഇനി ഒരു 15 കിലോമീറ്റർ ഉണ്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട്. ഈ റെയിൽവേ സ്റ്റേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. 1880-കളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. നോർത്ത് സെൻട്രൽ റെയിൽവേ ആണ് നിലവിലിപ്പോൾ ഈ ഒരു സ്റ്റേഷനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജാൻസി റാണിയുടെ പേരിലാണ് സ്റ്റേഷന്റെ പേര് അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് വന്നത്. ഇവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരിക. പിന്നെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തൊന്നും ഒരു വൃത്തിയില്ല കേട്ടോ. സ്റ്റേഷന്റെ കോഡ് VGLJ എന്നാണ്. ട്രെയിൻ നമ്പർ 12650 കർണാടക സമ്പർക്രാന്തി എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. രാവിലെ 8:20 ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് പുറപ്പെട്ട വണ്ടിയാണിത്. വലിയൊരു കാര്യമുണ്ട്, ഈ ട്രെയിന് ആഗ്രയിൽ പോലും സ്റ്റോപ്പില്ല. പിന്നെ അടുത്ത് തന്നെയാണ് ഭോപ്പാൽ, അത് വേറൊരു കാര്യം. WP7 ആണ് ലോക്കോമോട്ടീവ്. ഇതിന്റെ അൺറിസർവ്ഡിലൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങളുടേത് സ്ലീപ്പർ ക്ലാസ് ആണേ, S1. ഒരു മിഡിൽ ബെർത്തും ഒരു ലോവർ ബെർത്തും ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ലോവർ ബെർത്ത് എന്ന് പറയുന്നത് കയറി ഉടനെ തന്നെയുള്ള ബെർത്താണ്. നമുക്ക് അവിടെ ഇരിക്കാം. മിഡിൽ ബെർത്ത് കുറച്ച് നടുക്കാണ്. S3, S2, S1. അപ്പോൾ ഈ കോച്ചിലാണ് നമുക്കിനിപ്പോൾ യാത്ര ചെയ്യാനുള്ളത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് RIC 75-76 ഉണ്ടായത്. ചാർട്ട് പ്രിപ്പയർഡ് ആയ സമയത്ത് 2 ബെർത്ത് കിട്ടി. പക്ഷേ വ്യത്യസ്തമായ സ്ഥലത്താണ് കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. 4 ഞങ്ങളുടെ ബെർത്ത് ഉണ്ടായത്. അവിടുന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറി. കാരണം അവിടെ ഒരു ഫാമിലിയാണ് ഉണ്ടായത്. അവർ ഞങ്ങളോട് ചോദിച്ചു വേറൊരു ലോവർ ബെർത്ത് ഉണ്ട്, അവിടെ പോകാൻ പറ്റുവാണ്. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 60ലേക്ക് വന്നു. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് ഇനിയിപ്പോൾ ഭോപ്പാലുള്ളത്. ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 240 രൂപയാണ്. 1:28 അങ്ങനെ വീറാങ്കന ലക്ഷ്മി ബായി ജാൻസി റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ പുറപ്പെട്ടു. ഈ വണ്ടി ആദ്യം വരുന്നു പറഞ്ഞത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലായിരുന്നു. പിന്നീടാണ് വണ്ടി പെട്ടെന്ന് വരുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. പെട്ടെന്നാണെന്ന് തോന്നുന്നു ചേഞ്ച് ആയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊന്നും വൃത്തി തീരെ കുറവാണ്. ഇവിടെ ഈ നദിയിലൊന്നും വെള്ളം തീരെ ഇല്ല. നല്ല ചൂടല്ലേ. ഈ ഭാഗത്ത് മാത്രമുണ്ട് കുറച്ച് വെള്ളം. എല്ലാം ഒരു വരണ്ട് കിടക്കുന്ന പ്രദേശം തന്നെയാണ് ഇതൊക്കെ. നല്ല ചൂട് കാറ്റാണിപ്പോൾ. ശരിക്കും ഈ സമയത്തൊക്കെ AC തന്നെയാണ് നല്ലത്. പിന്നെ നമുക്ക് ആകെ കുറച്ച് യാത്രയല്ലേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 3 ചാർജിങ് പോയിന്റുകളുണ്ട്. പക്ഷേ ഈ സമയത്ത് ഫോൺ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഹീറ്റ് ആവുക. AC-യിലാണെങ്കിൽ ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. ട്രെയിൻ ഇപ്പോൾ ലളിത്പൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിടുകയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. വണ്ടി നിർത്തുമോ? ഇത്രയും പതിയാണ് പോകുന്നത്. ഇതൊക്കെ NCR തന്നെയാണ്. അങ്ങനെ നമ്മൾ മധ്യപ്രദേശിലേക്ക് എത്തി. ബിന ജംഗ്ഷൻ. ഇപ്പോൾ 3 മണിയായി.
ഇവിടെ ഒരു ലോക്കൽ ട്രെയിനൊക്കെ ഉണ്ട്. ഇവിടുന്ന് സ്ലോ ആവാൻ കാരണം പഞ്ചാബ് മെയിൽ ഇപ്പോൾ എടുത്ത് പോയതേ ഉള്ളൂ, അതാണ്. ഇത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്, WCR. NCR എന്നൊക്കെ മാറി. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ തന്നെയാണിത്. സ്റ്റേഷന്റെ കോഡ് ബിന തന്നെയാണ്, BINA. വിദിഷ എന്നൊരു സ്ഥലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 50 കിലോമീറ്റർ കൂടി ഉണ്ട് ഭോപ്പാലിലേക്ക്. നമ്മൾ എത്ര പുറകിലാണെന്ന് അറിയുക. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരെ ഇവിടുന്ന് കാണാം. നല്ല പടമാണത്. ഇവിടെ ഒരു മലയുടെ ഈ ഭാഗത്ത് വെൽക്കം ടു ഭോപ്പാൽ എന്ന് ആക്കി വെച്ചത് കണ്ടോ, അടിപൊളിയല്ലേ? സ്റ്റേഷനിലേക്ക് ഒരു 5 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇതെന്തായാലും അടിപൊളിയായി, നല്ലൊരു ഫ്രെയിം തന്നെ. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ നിന്നും 291 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളിതാ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 5 മണിയായി. ശരിക്കും 291 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമ്മളെടുത്ത സമയം എന്ന് പറയുന്നത് 3.5 മണിക്കൂറിൻ്റെ അടുത്താണ്. കാരണം ഈ ട്രെയിൻ നല്ല പോക്ക് തന്നെയായിരുന്നു. ഭോപ്പാൽ. എനിക്ക് ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറാൻ നല്ല തിരക്കുണ്ടാവും, അൺറിസർവ്ഡ് പ്രത്യേകിച്ച്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് നാഗ്പൂരാണ്. ഈ താർസീലി ട്രെയിൻ സ്റ്റോപ്പില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബൽഹാർഷ. പിന്നെ ഇത് ഹൈദരാബാദ് വഴി തന്നെയാണ് പോകുന്നത്. കാച്ചിഗുഡ, ഹുബ്ബള്ളി, അങ്ങനെ. നല്ല വണ്ടിയാണ് ഇത്. ഇപ്പം മറ്റന്നാൾ രാവിലെ മാത്രമേ യശ്വന്ത്പൂരിലെത്തുള്ളൂ. ഞങ്ങളിനി നേരെ പോകുന്നത് റിട്ടയറിംഗ് റൂമിലേക്കാണ്. ഞങ്ങളിന്ന് ഭോപ്പാലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് റിട്ടയറിംഗ് റൂമൊക്കെ വരുന്നത്. ഞങ്ങൾ വന്ന ആ ഒരു വണ്ടിയോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങളിതാ നടക്കുവാണ്. ഇവിടെ വെജ് ബിരിയാണിയാണ്. വെജ് ബിരിയാണിക്ക് ഇവിടുന്ന് ഒരുപാട് പേര് വാങ്ങിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേരിതാ ഇവിടുന്ന് വെള്ളം എടുക്കുകയാണ്. റൊട്ടി ബാജിയൊക്കെ ഉണ്ട്. ഇത് ഇവിടെയുണ്ട് ബിരിയാണി. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു റിട്ടയറിംഗ് റൂം ഉണ്ട്. ഇവിടെയല്ല ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമുള്ളത്. ഞങ്ങളുടെ റൂമൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. റൂം നമ്പർ 2, 3, 4, 5, 6, 7, 8 ഒക്കെ ഇങ്ങോട്ടാണ്. റൂം നമ്പർ 4 ഞങ്ങളുടേത്. ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് പോവേണ്ടത്. ഞങ്ങളങ്ങനെ ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ തന്നെ ഡോർമെട്രി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റൂം നമ്പർ 4 ഇതാ നമ്മൾ പോവുകയാണ്. ഇത് തന്നെയല്ലേ? ഇത് തന്നെ റൂം നമ്പർ 4. അപ്പോൾ ഇതിനിപ്പോൾ തുറന്നിട്ട് കയറാം. ഇതിൻ്റെ അകത്തായിരിക്കും മിക്കവാറും കീയൊക്കെ ഉണ്ടാവുക. റൂമിൽ കയറി ഉടനെ തന്നെ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടോ. ഇനിയിപ്പോൾ ഈ റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെടുത്ത non-AC മുറി ഇതാണ്. 2 ബെഡ് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഇവിടെ വലിയൊരു കൂളറുണ്ട്. കൂളറും ഉണ്ട്, ഫാനും ഉണ്ട്. നല്ല ചൂടാണ്. ചെറിയൊരു ആശ്വാസമുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാനുള്ള ചെറിയൊരു ഭാഗം അവിടെ ഉണ്ട്. ഒരു ടേബിളുണ്ട്. നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെക്കാനുള്ള വേറെ സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. ആകെ ഒരു ചാർജിങ് പോയിന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇതാ ഈ ഭാഗത്താണ് വരുന്നത്. റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ മുറി തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫ്ലോറിലൊക്കെ നല്ല പൊടിയാണ് കേട്ടോ. ഞങ്ങളിവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ AC റൂമൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ ബുക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം. പിന്നെ
ഇവിടെ ഇത് 16 മണിക്കൂർ നേരത്തേക്കാണ് ബുക്ക് ചെയ്തത്. അതായത് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നാളെ രാവിലെ 9 മണി വരെ 600 രൂപയാണ് ഈ മുറിക്ക് വന്ന വാടക. ഇനിയിപ്പോ സമയം വൈകിക്കേണ്ട, എന്താ പറയാ 6 മണിയായി. നമുക്ക് ഭോപ്പാൽ നഗരത്തിന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കാണാന്ന് പറഞ്ഞാൽ ഈ ഭോപ്പാൽ നഗരം എന്ന് പറഞ്ഞാൽ തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. അതായത് ഒരുപാട് ലേക്കുകൾ ഇവിടെ ഉണ്ട്. കൂടാതെ തന്നെ നമ്മളിപ്പോ നേരെ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ഭോപ്പാൽ നഗരത്തിലാണ്. ആദ്യം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഭോപ്പാൽ ജംഗ്ഷൻ സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെയാണ്. അടിപൊളിയാണ് സ്റ്റേഷന്റെ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ. ഞങ്ങളുടെ റൂമൊക്കെ ഉണ്ടായിരുന്നത് അങ്ങ് ആ ഭാഗത്തേക്കാണ്. ഇനിയിപ്പം നമുക്ക് പള്ളിയുടെ ഭാഗത്തേക്ക് പോവാം. താജുൽ മസാജിദ്. ഇവിടെ നിന്ന് എന്തായാലും നടന്നിട്ട് പോകുന്നില്ല, നമുക്ക് എന്തായാലും ഒരു ഊബർ ആക്കിയിട്ട് പോവാം. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് പഴക്കം തോന്നിക്കുന്ന ഒരു ഭാഗം. ഇവിടെയും ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്. ഈ വണ്ടി ഞങ്ങൾ എന്തായാലും ആക്കുന്നില്ല, ഇവർ നല്ലൊരു റേറ്റ് എന്തായാലും പറയും. ഈ ഭാഗത്തേക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഊബർ ആക്കാം. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങൾ എത്തി കേട്ടോ. ഞങ്ങൾ ആ ഒരു നേരത്തെ കാണിച്ച സ്ഥലമില്ലേ, അവിടെ നിന്നൊന്നും വണ്ടി ആക്കുന്നില്ല, ഇവിടെ നിന്ന് ആക്കാമെന്ന് കരുതി. അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷെയർ വണ്ടി കിട്ടുന്നു. എന്നാൽ പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ ഭോപ്പാൽ മെട്രോയുടെ കുറച്ച് വർക്കൊക്കെയാണ്. ഇപ്പം ഇവിടെ മെട്രോ വരുന്നുണ്ട്, നമുക്ക് നേരെ നടക്കാം. ആ മുൻഭാഗത്ത് കുറച്ച് ഓട്ടോകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു വണ്ടി കിട്ടി. ഇത് ഷെയർ വണ്ടിയാണ്. ഒരാൾക്ക് 40 രൂപയാണ് പറഞ്ഞത്. നമ്മൾ ഊബർ വഴി നോക്കുമ്പോൾ ഏകദേശം 80 രൂപേൻ്റെ അടുത്തുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോൾ കയറിയത്. അതായത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം അതാണ്. ഒരു ബസ്സൊക്കെ പോകുന്നത് കാണാം. ഇതുപോലെയുള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓട്ടോക്കാർ പറഞ്ഞത് 150 രൂപയാണ്. അത് ഓരോ ആൾക്കാർ തോന്നുന്ന പൈസയാണ് പറയുന്നത്. ട്രാഫിക് പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നല്ല ബ്ലോക്കാണ് ഇവിടെ. ഇവിടെ മുഴുവനും ബ്ലോക്കായിട്ടാണ് ഉള്ളത്. എങ്ങനെ പോവാനാ? ഇവിടെ ഹെൽമെറ്റ് ഒന്നും ഇല്ല കേട്ടോ ആൾക്കാർക്ക്. പിന്നെ ചെവി പോവും മൊത്തത്തില്. നമ്മൾ ഒരുപാട് തവണ ട്രെയിൻ വഴി ഇതുവഴി കടന്നു പോയിട്ടുണ്ടല്ലോ, ഭോപ്പാൽ സ്റ്റേഷനൊക്കെ കണ്ടുകൊണ്ട്. പക്ഷേ നഗരത്തിൻ്റെ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലല്ലോ ഓരോ നഗരങ്ങളും. അവിടെ എത്തി ഇറങ്ങി ഓരോ ഭാഗത്തേക്കും പോകുമ്പോഴാണല്ലോ ആ നഗരം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു ലേക്കുണ്ട്, ഈ ഭാഗത്താണ് ലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയുടെ തൊട്ട് മുന്നിലേക്ക് ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. താജുൽ മസാജിദ്, അവിടെ വലിയൊരു ബോർഡൊക്കെ കാണാം. ഇനിയിപ്പോൾ ഇതുവഴിയാണ് അകത്തേക്ക് കയറാനുള്ളത്. പള്ളിയുടെ ഭാഗത്തെ പാർക്കിംഗ് ഏരിയ ആണ് ഇത്. പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇതാ ഇവിടെയാണ്. ഇപ്പോൾ നിസ്കരിക്കേണ്ട ഒരു സമയമാണല്ലോ. അതായത് ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ളൊരു ആൾ പറഞ്ഞു ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന്. നമ്മൾ ഡൽഹിയിലെ ജമാ മസ്ജിദിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നൊരു സ്ഥലമായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്താൻ പറ്റുന്നത്. ഭോപ്പാലിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഒരു പള്ളികളിൽ ഒന്നാണ് താജുൽ മസാജിദ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മുഗൾ രീതിയിലാണിത് നിർമ്മിച്ചത്. 1971 ഇതിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായത്. പലരും ഇപ്പോൾ വിചാരിക്കുന്നത് ഡൽഹിയിലെ ജമാ മസ്ജിദാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ പള്ളിയെന്ന്. എന്നാൽ ആളുകളെ ഉൾക്കൊള്ളുന്ന ആ ഒരു ശേഷിയിലും വിസ്തീർണത്തിലും ഇത് തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. കാരണം ഇത് പറയാൻ കാരണം ഇവിടെ 1,75,000 ആളുകൾക്കാണ് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ളത്. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയേ ഈ ഭാഗത്ത് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചക്ക് ഇങ്ങനെയാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ഡിസൈൻ. ഞങ്ങൾക്ക് 2 പേർക്കും പള്ളിയുടെ അകത്തൊക്കെ കയറി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയാലും അവിടുത്തെ മര്യാദകൾ പാലിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം.
അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ അപ്പം തന്നെ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്പോട്ടിലേക്ക് നോക്കാം. ഈ ഭോപ്പാൽ എന്നത് തടാകങ്ങളുടെ നഗരമാണെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പം നേരെ ഒരു തടാകത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത്. നല്ലൊരു ലേക്ക് വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. ഒരു വണ്ടി ആക്കി. ഇതിന് 80 രൂപയാണ് പറഞ്ഞത്. എല്ലാം 80 രൂപയാണല്ലോ ഇന്ന്. ഇവിടെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയില്. ശരിക്കും ഞങ്ങൾക്ക് നടന്നു പോകാനാണ് താല്പര്യം. പക്ഷേ 4 കിലോമീറ്ററൊക്കെ കുറച്ച് കൂടുതലല്ലേ. പിന്നെ ഈ ഒരു വൈകുന്നേര സമയത്ത് ടൈം വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ എത്താമല്ലോ പെട്ടെന്ന് ഈ വണ്ടിക്കൊക്കെ പോയാൽ. ഒരുപാട് ഡ്രസ്സ് ഷോപ്പുകളും ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത്. വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇപ്പോൾ ട്രാഫിക്കൊന്നും ഇല്ല. വണ്ടികളൊക്കെ തോന്നുന്ന പോലെ കയറി വരിക. അങ്ങനെ യാത്ര ചെയ്ത് ഭോപ്പാലിൽ മനോഹരമായ ഒരു കാഴ്ച ലഭിക്കുന്ന തടാകത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ ഈ ഒരു ബലൂണില്ലേ, ഇതിൻ്റെ ഈ ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ചൊരു സാധനങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ അങ്ങ് ദൂരത്തായി ഒരു ഐലൻഡ് കാണാം. ഷാ ഐലൻഡിൽ നിന്നാണ് അതിൻ്റെ പേര്. ഇതേ ബോട്ടും കയാക്കിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഉള്ളത് നമുക്ക് കാണാം. ഇനിയിപ്പം ഇരുട്ടത്ത് എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇതൊന്നും ട്രൈ ചെയ്യുന്നില്ല. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇവിടെ എത്തണമായിരുന്നു. എന്നാൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു. നമുക്ക് ഇവിടുന്നൊരു കയാക്കിംഗ് എടുത്ത് ഇതിലൂടെ മുഴുവനായിട്ടും പോകാമായിരുന്നു. ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പഴയ സ്റ്റീം ലോക്കോമോട്ടീവ് ഉണ്ട്. ഇവിടെ ഒരുപാട് പേര് ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കൊച്ചു കുട്ടീനടക്കം കയറ്റിയിട്ടാണ് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം എന്തെങ്കിലും വലിച്ചു പറിച്ച് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും നശിപ്പിച്ചാലോ. ഇതിൻ്റെ ആ ഒരു വീലൊക്കെ കണ്ട പണ്ട് കാലത്ത് ഓടിയ ഒരു കൊമ്പൻ. അപ്പം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൽ കൊള്ളാവുന്നത് 13,600 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 13,600 ലിറ്ററാണ് എന്ന് പറയുമ്പോൾ എത്ര ആയി നോക്കിയേ. ഒരു സെറ്റ് ലോക്കോമോട്ടീവ് തന്നെയാണിത്. ലേക്കിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ഭോപ്പാൽ നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. മുകളിലൂടെ ഒരു വിമാനം പോകുന്നത് കാണാം. എന്തായാലും രാത്രിയിൽ ഇങ്ങനെയുള്ളൊരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാനായി സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഇതാ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇവിടെയും ഉണ്ട്. ഇതാ ഈ ഭാഗത്തായിട്ടും കാണാം. ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. ഐസ്ക്രീം ആണെങ്കിലും ചെറിയ ലഘു പലഹാരങ്ങളൊക്കെ കിട്ടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ. ലേക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഞങ്ങൾ ഭോപ്പാലിലെ പ്രശസ്തമായ ന്യൂ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളിതാ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് തുണിക്കടകളുണ്ട്. ഇത് ഈ 2 ഭാഗത്തായാലും കാണാം. ഡ്രസ്സൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് തന്നെ എടുക്കാം. നല്ല തിരക്കാണ് ഈ ഒരു രാത്രി സമയത്ത്. മുൻഭാഗത്തെ കാഴ്ച കണ്ടോ. ഈ സ്ട്രീറ്റിൻ്റെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും നല്ല വൃത്തിയാണ് കേട്ടോ. അങ്ങനെ വേസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇവിടെ കുറച്ച് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട്. ടെക്സ്റ്റൈൽസുകളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട്. എന്തായാലും നല്ലൊരു ഏരിയ അല്ലേ. ഈ പട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, ഈ ഭോപ്പാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് തെരുവ് നായകളുണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ തന്നെയുണ്ട്. ഇവിടെയൊക്കെ കൂടുതലും മൊബൈൽ കടകളാണ് കേട്ടോ. മാർക്കറ്റിൻ്റെ ഏത് ഭാഗം വഴി വേണമെങ്കിലും നമുക്ക് നടന്നിട്ട് പോകാം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. ചോള ഭട്ടൂരൊക്കെയാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ മറ്റൊരു പള്ളി കൂടെ നമുക്ക് കാണാം. പള്ളിയും ക്ഷേത്രങ്ങളും എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഇവിടെ. ഇവിടെ ഒരു സ്വീറ്റ് കോണൊക്കെ കാണാം. ഞങ്ങൾ ഇവിടുന്ന് ഇതൊരു പ്ലേറ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ. 60 രൂപയാണ്. എന്താണ് നവി ഇതിന്റെ പേര്? പലക് ബട്ടോ അങ്ങനെ എന്തോ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി ചോദിക്കാം. ഭയ്യ
ഞാൻ അറിയില്ല ഇവിടുത്തെ ഒരു ഐറ്റം ഇത് കഴിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്നൊക്കെ. ഈ ന്യൂ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് പാലക് ചാട്ട്. ഞങ്ങൾ ഇതിന്റെ പേര് പിന്നീടാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കഴിച്ചൊക്കെ നോക്കി. ഇതിന്റെ മുകളിൽ കാണുന്ന ഈ ഒരു വെള്ള ഇതില്ലേ, ഇത് കട്ടിയുള്ളൊരു തൈരാണ്. പിന്നെ ഒരു പുളിയുള്ള ഒരു ചമ്മന്തിയൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഇതില്ലേ, ഇത് പാലക്ക് ഇലകളില്ലേ, അത് കടലമാവില് മുരിച്ചുണ്ടാക്കിയ സംഭവമാണ്. ഞാനിപ്പോ ചോദിച്ചപ്പോ അറിഞ്ഞത്, ഞങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ. അതെ അതെ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കുഴപ്പമില്ല കേട്ടാ. ഈ ഒരു ചമ്മന്തിയിലും ഈ ഒരു തൈരിന്റെ ഇതിലൊക്കെ അതിന് സ്പൈസി ഉണ്ടാവും, അതുപോലെ തന്നെ പുളി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായി. ഏത് ഈ ചമ്മന്തിക്ക്? പക്ഷെ എനിക്ക് നല്ല ടേസ്റ്റ് ഒന്നും കേട്ടോ, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ. എന്നാലും ഫസ്റ്റ് ടൈമിൽ ഇവിടുന്ന് ട്രൈ ചെയ്ത് സാധനം എന്തായാലും അടിപൊളി. ഈ സ്ഥലത്തിന്റെ പേര് റോഷൻപുര ചൗരഹ എന്നാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടുന്ന് റൈറ്റിലേക്കാണ്. ഞങ്ങൾ ഇനി എന്തായാലും ഇവിടുന്ന് ഊബർ ആക്കിയിട്ടേ പോകുന്നുള്ളൂ. 6 കിലോമീറ്റർ പോകാനുണ്ട്. 92 രൂപയാണ് ഊബറിലായത്. അങ്ങനെ യാത്ര ചെയ്ത് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തെത്തിയേ. ഇവിടെ കൂടുതലും ഇതുപോലുള്ള ചെറിയ ചെറിയ ധാബകളാണ്. അതായത് റെയിൽവേ സ്റ്റേഷൻ ഇതാ ഇവിടെ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളെന്തായാലും ഇവിടെ നിന്നൊന്നും ഭക്ഷണം എന്തായാലും കഴിക്കുന്നില്ല. ഞങ്ങളെന്തായാലും ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാനാണ് നിലവിലിപ്പോൾ ഒരു പ്ലാൻ. രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ് കേട്ടോ ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ചയാണ്, ഇവിടെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്, ഇവിടെ മൂത്രമൊഴിച്ചാൽ 500 രൂപയാണ് ഫൈൻ. നിങ്ങൾ ഈ ഭാഗത്തെ ഒരു കാഴ്ച കണ്ടോ, ഇവിടെ മുഴുവനും മൂത്രമൊഴിച്ച് കോളാക്കി വെച്ച ഒരു അവസ്ഥയാണ്. അത്രയും സ്മെല്ലാണ് ഇവിടെ. ഇപ്പം ആരും ഇല്ല. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത്. വളരെ മോശം കാര്യമാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ ഒരുപാട് നവാബി രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ഇന്ന് രാത്രി 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യുന്നത്. ഞങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിയ ഫുഡ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡെലിവറി ആയ ഒരു ചേട്ടന് നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ഫുഡൊക്കെ വാങ്ങി തിരിച്ച് റൂമിലെത്തിയേ. നല്ല റിവ്യൂ ഒക്കെ നോക്കിയിട്ടുള്ള റെസ്റ്റോറൻറ്റ് നോക്കി അങ്ങനെ ബുക്ക് ചെയ്ത ഫുഡായിരുന്നു. സംസം ഫാസ്റ്റ് ഫുഡ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ബിരിയാണി നോക്കണ്ടേ. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു 70% അത്രയേ ഉള്ളൂ ഈ ഒരു ബിരിയാണി. പിന്നെ ചിക്കൻ്റെ പീസൊക്കെ ഇതിൽ കാണാം. ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബസുമതിയാണ് റൈസ്. പിന്നെ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാണ് ഉള്ളത്. എരിവൊന്നും വേണ്ട, ഞാൻ ലെസ് സ്പൈസി എന്ന് ഓൾറെഡി എഴുതിയതാണ്. അതുകൊണ്ട് വലിയ എരിവൊന്നുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശക്തമായ ചൂടാണ്. ഇനിയിപ്പോൾ ഈ ഒരു കൂളറും കൂടി ഇട്ടാലേ രാത്രിക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഈ ഭോപ്പാലെത്തിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് പ്ലേസ് ഒക്കെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ശരിക്കും ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഭോപ്പാൽ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ടതേ അല്ല. കാരണം വെച്ചാല് ഞങ്ങൾ നേരെ നാഗ്പൂരിലേക്കാണ് പോകേണ്ടത്. അപ്പം ഇവിടെ വരാനുള്ള കാരണം വെച്ചാല് കഴിഞ്ഞ നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് പോയ സമയത്ത് നവയുഗ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇതുവഴി കടന്നൊക്കെ പോയത്. ആദ്യം അങ്ങോട്ട് പോയത് ഹിമസാഗറിൽ. അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ പാലക്കാടിൽ ഒരു ചേട്ടനുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ചേട്ടനാണ്. ചേട്ടൻ കൂടെ 30 വർഷമായിട്ട് ഭോപ്പാലൊക്കെ താമസിച്ചാണ്. ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭോപ്പാൽ പോവുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇതേപോലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്യണം. ചേട്ടൻ ഞങ്ങൾ വീഡിയോ എപ്പോഴും കാണുന്നതാണ്. അപ്പം ഞങ്ങൾ അന്ന് എങ്ങനെയാ പറയേണ്ടത്, ഈ നവയുഗിനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റൂലല്ലോ. ചേട്ടനോടൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഇനി ഒരിക്കലും പോവാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ പോയി. അത് കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരം 6 മണിക്ക് എത്തിയിട്ട് എന്തായാലും ഒരു വീഡിയോ എടുക്കേണ്ടതല്ല. അതായത് പെട്ടെന്നൊരു പ്ലാൻ ആക്കിയതാണ് ഈ ഒരു ഭോപ്പാല്. എന്തുകൊണ്ട് നമ്മൾ ഇതുവഴി കടന്നു പോയിട്ട് ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഭോപ്പാൽ എന്താണെന്ന് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ മനസ്സിലുണ്ടായത് ഒരു സ്ഥലേ അല്ല അത്. തീർച്ചയായിട്ടും. ഇനിയിപ്പം ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കേരള എക്സ്പ്രസിൽ കയറി നേരെ നാഗ്പൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ നാഗ്പൂരിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റത്തിൽ കണ്ടെന്നിരിക്കും. ബൈ ബൈ.